Yes. Good morning, dear students. This is the last topic in your second module. നമ്മളുടെ രണ്ടാമത്തെ മൊഡ്യൂൾ, അതായത് സിസ്റ്റം അനാലിസിസ് എന്ന മൊഡ്യൂളിൽ രണ്ടാമത്തെ മൊഡ്യൂളാണ് തേർഡ് സെമസ്റ്ററിലെ. In that module, we have three areas how to be discussed. First one was system analysis. Second was input-output analysis. And third one is structural functional analysis. System analysis in general gives an idea about the theoretical aspects of system analysis in the field of political science, and input-output analysis and the present structural functional analysis are models of system analysis. മൂന്ന് ഏരിയയാണ് ഈ മൊഡ്യൂളിൽ ഉണ്ടായിരുന്നത്. മൂന്ന് ടോപ്പിക്കുകളാണ്. ഒന്ന് സിസ്റ്റം അനാലിസിസ്, രണ്ടാമത്തത് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് ഓഫ് ഡേവിഡ് ഈസ്റ്റൺ, മൂന്നാമത്തത് സ്ട്രക്ചറൽ ഫങ്ഷണൽ അനാലിസിസ്. ഇതിൽ ആദ്യം സിസ്റ്റം അനാലിസിസിൽ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കിയത് നമ്മളുടെ ഈ എന്താ പറയുക, സിസ്റ്റം അനാലിസിസ് എന്താണ്, ഇത് എങ്ങനെയാണ് പൊളിറ്റിക്കൽ സയൻസിലേക്ക് വരുന്നത്, ഇതിന്റെ പ്രാധാന്യം എന്താണ്, തുടങ്ങിയ അതിന്റെ ഫീച്ചേഴ്സ് എന്താണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സിസ്റ്റം അനാലിസിസ് നമ്മൾ മനസ്സിലാക്കി. ആ സിസ്റ്റം അനാലിസിസിന്റെ ആപ്ലിക്കേഷൻ ലെവലാണ് ഈ ഇൻപുട്ട് ഔട്ട്പുട്ടും സ്ട്രക്ചറൽ ഫങ്ഷനും. അതായത് അതിനെ പറയുന്നത് മോഡൽസ് ഓഫ് പൊളിറ്റിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ സിസ്റ്റം അനാലിസിസ് പറയും. സിസ്റ്റം അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് ഡേവിഡ് ഈസ്റ്റൺ ഉണ്ടാക്കിയ ഒരു വിശകലന മാതൃകയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ്. അതുപോലെ തന്നെ ഇവിടെ ഗബ്രിയൽ ആൽമണ്ടും കോൾമാനും അവർ രണ്ടുപേരും കൂടി ചേർന്നുണ്ടാക്കിയ മറ്റൊരു മോഡലാണ് സ്ട്രക്ചറൽ ഫങ്ഷണൽ അനാലിസിസ്. ഇൻപുട്ട് ഔട്ട്പുട്ട് എന്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ദെൻ ദി സ്ട്രക്ചറൽ ഫങ്ഷണൽ അനാലിസിസ്, ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് സിസ്റ്റം അനാലിസിസ്. നമ്മൾ ആദ്യം പറഞ്ഞ സിസ്റ്റം അനാലിസിസിന്റെ പൊളിറ്റിക്കൽ സയൻസിന്റെ ഒരു ആപ്ലിക്കേഷനാണ് സ്ട്രക്ചറൽ ഫങ്ഷണൽ അനാലിസിസ്. ഫസ്റ്റ് ഡെവലപ്ഡ് ഇൻ ദി ഫീൽഡ് ഓഫ് ഇൻ ഡിസിപ്ലിൻസ് ലൈക്ക് ആന്ത്രോപോളജി ആൻഡ് സോഷ്യോളജി. ഇത് ഇൻ സോഷ്യൽ സയൻസിന്റെ എന്ന് പറയുന്ന വിശാലമായ പ്ലാറ്റ്ഫോമിൽ ദിസ് ഹാസ് ബീൻ ഡെവലപ്ഡ് ഫസ്റ്റ് ഇൻ ദി ഫീൽഡ് ഓഫ് ആന്ത്രോപോളജി ആൻഡ് സോഷ്യോളജി. സോഷ്യോളജിയിലും ആന്ത്രോപോളജിയിലുമാണ് ഈ സ്ട്രക്ചറൽ ഫങ്ഷണൽ അനാലിസിസ് ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങി. In anthropology, Radcliffe Brown and Malinowski and Robert Merton and Talcott Parson applied it in sociology. ആന്ത്രോപോളജിയിൽ റാഡ്ക്ലിഫ് ബ്രൗണും മാലിനോസ്കിയാണ് ആന്ത്രോപോളജിയിൽ ഇത് ഉപയോഗിച്ചത്, ഈ സ്ട്രക്ചറൽ ഫങ്ഷൻ അനാലിസിസ്. ആൻഡ് ഇൻ ദി ഫീൽഡ് ഓഫ് സോഷ്യോളജി ഇറ്റ് വാസ് റോബർട്ട് മെർട്ടൺ ആൻഡ് ടാൽക്കോട്ട് പാർസൺ. ദീസ് ആർ ദി ടു സ്കോളേഴ്സ് ഹു അപ്ലൈഡ് the structural functional analysis in the field of sociology. നേരത്തെ പറഞ്ഞ പോലെ സിസ്റ്റം അനാലിസിസ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ആപ്ലിക്കേഷൻ മാതൃകയാണ്. അത് ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു അനാലിസിസ് മോഡലാണ് സ്ട്രക്ചറൽ ഫങ്ഷണൽ അനാലിസിസ്. സിസ്റ്റം നമ്മൾ നേരത്തെ ഇൻപുട്ട് ഔട്ട്പുട്ട് പറഞ്ഞതുപോലെ മറ്റൊരു മാതൃകയാണ്. ഇത് സോഷ്യോളജിയിലും ആന്ത്രോപോളജിയിലുമാണ് ആദ്യമായി ഡെവലപ്പ് ചെയ്തത്. സോഷ്യോളജിയിൽ ഇത് ഉപയോഗിച്ചത് റോബർട്ട് മെർട്ടനും ടാൽക്കോട്ട് പാർസനുമാണ്. ആന്ത്രോപോളജിയിൽ റാഡ്ക്ലിഫ് ബ്രൗണും മാലിനോസ്കിയുമാണ് ഈ മാതൃക ഡെവലപ്പ് ചെയ്തത്. ദിസ് അപ്രോച്ച് seeks to discover the functions which an organism or a system must perform in order to exist or remain in operation. ഈ അപ്രോച്ചിന്റെ അടിസ്ഥാനം ഇതാണ്. It seeks to discover the functions which an organism or a system must perform in order to exist or remain in operation. ഒരു സിസ്റ്റം നിലനിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റം നിലനിൽക്കണമെങ്കിൽ ആ സിസ്റ്റം ഏറ്റവും അടിസ്ഥാനപരമായി ചെയ്തിരിക്കേണ്ട ധർമ്മങ്ങൾ, ഫങ്ഷൻസ്,
കുറേ എണ്ണമുണ്ട്. കുറേ ഫങ്ഷൻസ് നിർവഹിച്ചെങ്കിൽ മാത്രമേ ഒരു സിസ്റ്റത്തിൽ നിലനിൽക്കാൻ കഴിയുള്ളൂ. നേരത്തെ ഒരു മനുഷ്യനെ ഒരു സിസ്റ്റമായിട്ട് കണ്ടാൽ മനുഷ്യന് കൊറോണ ബാധിച്ച ശ്വാസകോശത്തെയാണ് ബാധിക്കുക. സാർസ് എന്നാണ് പറയുക. സാർസിന്റെ ഫുട്ബോൾ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടാകും. സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം എന്നാണ്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വരുന്ന ഒരുപാട് സാർസ് ഉണ്ട്. അതിലൊരെണ്ണമാണ് ഈ കൊറോണ വൈറസ്. അപ്പൊ ഇത് ശ്വസന പ്രക്രിയ ബാധിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറയും. അണുബാധ രൂക്ഷമാകുമ്പോൾ ന്യൂമോണിയ ബാധിക്കും. രക്തത്തിലേക്ക് ഓക്സിജനെ കയറ്റിവിടാൻ പറ്റാത്ത ശ്വാസകോശത്തിന്റെ ധർമ്മം നിർവഹിക്കാൻ പറ്റില്ല. അപ്പൊ സിസ്റ്റം കൊളാപ്സ് ആവും, ആള് തട്ടിപ്പോകും. ഇതാണ് സംഭവിക്കും. അപ്പോ അവിടെ എന്താ സംഭവിക്കാൻ? ദാറ്റ് സിസ്റ്റം കനോട്ട് പെർഫോം ഇറ്റ്സ് ഫങ്ഷൻ. അതിന്റെ ധർമ്മം നിർവഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇവിടെ സിസ്റ്റം ഈ സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച് try to discover the functions which an organism or system must perform. ഒരു സിസ്റ്റം നിലനിൽക്കണമെങ്കിൽ അത് നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ചില കാര്യം, അത് ചെയ്തെങ്കിൽ ആ സിസ്റ്റം പെർഫോം ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് റിമൈൻ ഇൻ ഓപ്പറേഷൻ, അത് പ്രവർത്തന സജ്ജമായിരിക്കുന്ന ഒരു ഉപകരണം. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലോ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ടാബ്ലറ്റോ ഒക്കെ അത് പ്രവർത്തന സജ്ജമായിരിക്കണമെങ്കിൽ അതിന് വേണ്ടുന്ന മിനിമം കാര്യങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ ഓരോരുത്തർ 52 പേര് ക്ലാസ്സിൽ പോയി ജോയിൻ ചെയ്തു. ഈ 51 പേര് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരാളുടെ ബാറ്ററി വീക്കായി, നെറ്റ് കണക്ഷൻ പോയി എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റം ഇന്ന് ഓപ്പറേഷൻ അല്ല പിന്നെ. അപ്പോ സിസ്റ്റം അപ്രോച്ച് ഈ സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച് ട്രൈ ടു ഡിസ്കവർ ദി ഫങ്ഷൻസ്. അതായത് ഒരു സിസ്റ്റം നിലനിൽക്കണമെങ്കിൽ ആ സിസ്റ്റം ചെയ്യേണ്ട ചില ധർമ്മങ്ങളെ കണ്ടെത്തുക എന്നുള്ളതാണ് സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ചിന്റെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം. This approach seeks to discover the functions which an organism or a system must perform. ആ സിസ്റ്റം തീർച്ചയായും നിർവഹിച്ചിരിക്കേണ്ടതാണ് in order to remain in operation. അത് നിലനിൽക്കണമെങ്കിൽ, അത് വർക്ക് ചെയ്യണമെങ്കിൽ, നിലനിൽക്കുന്നതിന് ആവശ്യമായിട്ട് അത് ചെയ്യേണ്ടുന്ന മിനിമം ധർമ്മങ്ങൾ, ഏറ്റവും അടിസ്ഥാനപരമായ ധർമ്മങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതിനാണ് ഈ സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അത് ശ്രമിക്കുന്നത്. In political science, structural functional approach first applied in 1960. 1960 ഈ സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച് പൊളിറ്റിക്കൽ സയൻസിന്റെ മേഖലയിൽ ഉപയോഗിക്കപ്പെടുന്നത് ബൈ ഗബ്രിയൽ ആൽമണ്ട് ആൻഡ് ജെയിംസ് കോൾമാൻ ടു സ്റ്റഡി നോൺ വെസ്റ്റേൺ പൊളിറ്റിക്കൽ സിസ്റ്റം സൊസൈറ്റീസ്. ഗബ്രിയൽ ആൽമണ്ടും ജെയിംസ് കോൾമാൻ, ആൽമണ്ട് ആൻഡ് കോൾമാൻ എന്നാണ് നമ്മൾ ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത്. ഗബ്രിയൽ ആൽമണ്ട് ആൻഡ് കോൾമാൻ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് നോൺ വെസ്റ്റേൺ പൊളിറ്റിക്കൽ സൊസൈറ്റീസ്. പാശ്ചാത്യ ഇതരമായ സമൂഹം, അതായത് നമ്മളുടെ സമൂഹങ്ങളൊക്കെ, ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ, ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും രാജ്യങ്ങളുടെ രാഷ്ട്രീയ സമൂഹങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ആൽമണ്ടും കോൾമാനും കൂടിയാണ് 1960-കളിൽ ഈ സ്ട്രക്ചറൽ ഫങ്ഷണൽ അനാലിസിസ് പൊളിറ്റിക്കൽ സയൻസിലേക്ക് കൊണ്ടുപോകുന്നത്. നേരത്തെ പറഞ്ഞാൽ സോഷ്യോളജി, ആന്ത്രോപോളജിയാണ് ആദ്യം ഡെവലപ്പ് ചെയ്തത്. പൊളിറ്റിക്കൽ സയൻസിന് അപ്ലൈ ചെയ്യപ്പെടുന്നത് 1960-കളിലാണ്. ഇറ്റ് വാസ് ബൈ ആൽമണ്ട് ആൻഡ് കോൾമാൻ in order to study non-Western political societies. അതായത് പാശ്ചാത്യ രാജ്യങ്ങളല്ല, അതായത് യൂറോപ്യൻ രാജ്യങ്ങളെയോ അമേരിക്കയോ പഠിക്കുന്നതിന് വേണ്ടി അല്ല ഇവരിത് ഡെവലപ്പ് ചെയ്തത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്തത്. They try to study non-Western political societies, that is the countries of Asia, Africa and Latin America. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ 1960-കളിൽ ഈ പ്രദേശങ്ങൾ രാജ്യങ്ങളിലൊക്കെ ഏകദേശം ശൈശവാവസ്ഥയാണ്. ഇപ്പൊ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 12-13 കൊല്ലമായിരുന്നു സ്വാതന്ത്ര്യം കിട്ടിയിട്ട്. 1960 ആകുമ്പോൾ ഭരണഘടന വന്നിട്ട് 10 കൊല്ലമായിട്ടുള്ളൂ. അപ്പം ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം 10 കൊല്ലം ചെറിയ കാലയളവ്. ഒരു ശൈശവാസം നിൽക്കുന്ന രാജ്യത്ത് ഇത്തരം ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഇന്ത്യ മാത്രമല്ല, പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, ഇതൊക്കെ ആ സമയത്ത്, ബംഗ്ലാദേശ് ഒന്നുമില്ല, രാജ്യങ്ങളൊക്കെ അന്ന് സ്വതന്ത്രമായിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ, കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ. അത്തരം അപ്പൊ ഏഷ്യ പോലെ തന്നെയാണ് ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്കയിലും ഒക്കെ കഥ ഇത് തന്നെയാണ്. കാരണം യൂറോപ്പിന് സെക്കൻഡ് വേൾഡ് വാറോട് കൂടിയാണ് ലോകത്ത് ഈ കോളനിവൽക്കരണം അവസാനിക്കുന്നത്. അപ്പോഴാണ് ഏഷ്യൻ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ പലതും സ്വതന്ത്രമായിക്കൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് the Almond and Coleman tried to understand the political systems of third world countries, and they applied a structural functional approach in order to understand non-Western political science. In that way, the structural functional approach has been brought into the field of political science. അങ്ങനെയാണ് പൊളിറ്റിക്കൽ സയൻസിന്റെ മേഖലയിലേക്ക് സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച് കടന്നു വരുന്നത്. It was applied in political science by Almond and Coleman. The characteristics of political system. Structural functional approach പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അവർ കണ്ടെത്തിയത്, ആൽമണ്ട് ആൻഡ് കോൾമാൻ കണ്ടെത്തിയത്. ആൽമണ്ട് ആൻഡ് കോൾമാൻ ഐഡന്റിഫൈഡ് 4 characteristics of political system. 4
പ്രധാനപ്പെട്ട സവിശേഷതകളാണ് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ അവർ കണ്ടെത്തിയത്. ഫസ്റ്റ് വൺ ഈസ് ഓൾ പൊളിറ്റിക്കൽ സിസ്റ്റം ഹാവ് പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ്. എല്ലാ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനും പൊളിറ്റിക്കൽ സ്ട്രക്ചർ. അത് ഏഷ്യയിലായിക്കോട്ടെ, ആഫ്രിക്കയിലെ, ലാറ്റിൻ അമേരിക്കയിലോ, ഇനി പാശ്ചാത്യ രാജ്യം എവിടെ ആയിക്കോട്ടെ, ഏതൊരു രാഷ്ട്രീയ വ്യവസ്ഥയ്ക്കും രാഷ്ട്രീയമായ ഘടനകളുണ്ട്. എന്താ രാഷ്ട്രീയ ഘടന? നമ്മൾ നേരത്തെ പറഞ്ഞു. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യൽ, പൊളിറ്റിക്കൽ പാർട്ടീസ്, പ്രഷർ ഗ്രൂപ്പ്സ്, ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്, ദീസ് ആർ പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ്. ഇതെല്ലാം ഘടനകളാണ്. നമ്മുടെ സമൂഹത്തിൽ ഏത് നാമവും ആയിക്കോട്ടെ, അത് രാജഭരണമായിക്കോട്ടെ, ജനാധിപത്യമായിക്കോട്ടെ, ഏകാധിപത്യം, സൈനിക ഭരണം, സ്വേച്ഛാധിപത്യം, എത്ര തരം ഭരണ സംവിധാനങ്ങളുണ്ടോ അതെന്തോ ആയിക്കോട്ടെ, അവിടെ ഇഫ് ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ സിസ്റ്റം ഇറ്റ് ഹാസ് സർട്ടൻ പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ്. ഏത് പൊളിറ്റിക്കൽ സിസ്റ്റത്തിനും ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചറുകൾ കുറെ ഉണ്ടാവും. ഒന്നൊന്നുമല്ല, ഒരുപാട് പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഉണ്ടാവും. പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടാവും, ലെജിസ്ലേച്ചർ ചിലപ്പോൾ ഉണ്ടാവും, ജുഡീഷ്യൽ സംവിധാനം ഉണ്ടാവും, എക്സിക്യൂട്ടീവ് വിങ് ഉണ്ടാവും, പോലീസ് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്ന സംവിധാനങ്ങൾ ഉണ്ടാവും, ലോ മേക്കിംഗ് ബോഡി ലെജിസ്ലേച്ചർ ഉണ്ടാവും, ദെൻ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടാവും. ഇപ്പൊ ചില ദർ മേ ബി സം കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന ഉണ്ടാവും, ദെൻ റിലീജിയസ് ഓർഗനൈസേഷൻ മതസംഘടന ഉണ്ടാവും, ദെൻ റേഷ്യൽ ഓർഗനൈസേഷൻസ് വംശീയമായ ചില സംഘടന ഉണ്ടാവും. ഇപ്പോൾ ശ്രീലങ്കയിലൊക്കെ എടുക്കുകയാണെങ്കിൽ അത്ര സംഘടന ഉണ്ടാവും. ഇതൊക്കെ എന്തായാലും ഇത്തരം കൂടെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഉണ്ടാവും. ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്, നമ്മൾ നേരത്തെ പണ്ട് കഴിഞ്ഞാൽ പഠിച്ച ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്, പ്രഷർ ഗ്രൂപ്പ്സ്, ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓൾ പൊളിറ്റിക്കൽ സിസ്റ്റം ഹാസ് പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ്. ലോകത്തെ എല്ലാ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനും പൊളിറ്റിക്കൽ സ്ട്രക്ചറുകളുണ്ട്. സെക്കൻഡ് വൺ, സെയിം ഫങ്ഷൻസ് ആർ പെർഫോംഡ് ഇൻ ഓൾ പൊളിറ്റിക്കൽ സിസ്റ്റംസ് ബൈ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ്. ഈ എല്ലാ പൊളിറ്റിക്കൽ സൊസൈറ്റിയിലും, ഈ എല്ലാ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലും ഒരേ ചുമതലയാണ് ഈ പൊളിറ്റിക്കൽ സ്ട്രക്ചറുകൾ നിർവഹിക്കുന്നത്. അത് നമ്മൾ നേരത്തെ ഒരിക്കൽ പറഞ്ഞതാണ്. ഇൻ ഓൾ പൊളിറ്റിക്കൽ സിസ്റ്റംസ് സെയിം ഫങ്ഷൻസ് ഹാസ് ബീൻ പെർഫോംഡ് ബൈ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ്. ഒരേ ചുമതലകളാണ് ഈ പൊളിറ്റിക്കൽ സ്ട്രക്ചറുകൾ നിർവഹിക്കുക. പൊളിറ്റിക്കൽ പാർട്ടീസ് നിങ്ങൾ ലോകത്ത് എവിടെ എടുത്തോളൂ, ഒരേ ധർമ്മമുള്ള ജനങ്ങളെ സംഘടിപ്പിക്കുക, പിന്തുണയ്ക്കാൻ കുറെ ആളെ കൂട്ടുക, ഇലക്ഷൻ മത്സരിക്കുക, അധികാരം പിടിച്ചെടുക്കുക, എന്നിട്ട് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഭരിക്കുക. ഇതാണ് ലോകത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നത്. സന്യസിക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയും രൂപീകരിക്കപ്പെട്ടില്ല. സന്യാസം, ജീവത്യാഗം എന്ന് പറഞ്ഞാൽ ബുദ്ധന്റെ ലൈനിൽ പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയില്ല. ബുദ്ധന്റെ ആശയങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ട് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പോലും അധികാരത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്. ഗാന്ധിയൻ ആശയം, ഗാന്ധിയുടെ ആശയങ്ങളുടെ ഈ രാഷ്ട്രീയ അധികാരത്തിന് ഗാന്ധി എതിരാണ്. പക്ഷെ ഗാന്ധിയൻ ആശയങ്ങൾ നിൽക്കുന്ന പ്രസ്ഥാനങ്ങളും അധികാരത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടി നിങ്ങൾ എവിടെ എടുത്ത് നോക്കിക്കോളൂ, അതാ ചെയ്യാം. ദെൻ ലെജിസ്ലേച്ചർ, ലോകത്ത് എവിടെ ലെജിസ്ലേച്ചർ എടുത്തോളൂ, ഈ ബേസിക് ഫംഗ്ഷൻ ഈസ് ലോ മേക്കിംഗ്. അപ്പോൾ ഇൻ ആൾ പൊളിറ്റിക്കൽ സിസ്റ്റംസ് സെയിം ഫംഗ്ഷൻ ഹാസ് ബീൻ പെർഫോംഡ് ബൈ ഡിഫറെന്റ് പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ്. ഒരേ ധർമ്മമാണ് അതാത് പൊളിറ്റിക്കൽ സ്ട്രക്ചറുകൾ നിർവഹിക്കുക. ലോ മേക്കിംഗ്, ലോ അഡ്ജൂഡിക്കേഷൻ, ജുഡീഷ്യറി, എല്ലായിടത്തും ഇത് തന്നെ കോടതി ജോലി. തർക്കങ്ങൾ പരിഹരിക്കുക, നിയമത്തിലുണ്ടാകുന്ന തർക്കങ്ങൾ, അത് നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ജനങ്ങൾ നിയമം ലംഘിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക. ഇത് തന്നെയാണ് ചെയ്യുക. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്, എത്രയോ കാലങ്ങളായി അങ്ങനെയാണ്. സെയിം ഫംഗ്ഷൻ ഹാസ് ബീൻ പെർഫോംഡ് ബൈ ഡിഫറെന്റ് പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ്. ഒരേ ധർമ്മം നിർവഹിക്കുന്നു. നിങ്ങൾ ഏത് രാജ്യത്തെടുത്താലും അങ്ങനെ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്ന ജോലി ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ, അമേരിക്കയുടെ നിയമനിർമ്മാണ സഭ, എവിടെ എടുത്തു നോക്കിക്കോളൂ, നിയമനിർമ്മാണമാണ് ജോലി. എക്സിക്യൂട്ടീവ് അത് തന്നെ ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക. ദിസ് ഷോസ് സെയിം ഫങ്ഷൻസ് ഹാസ് ബീൻ പെർഫോംഡ് ബൈ ഇൻ ആൾ പൊളിറ്റിക്കൽ സിസ്റ്റംസ്. എല്ലാ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലും ഒരേ ധർമ്മങ്ങൾ നിർവഹിക്കപ്പെടുക. എല്ലാ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലും ഇന്ത്യയിലെ ഭരണ സംവിധാനം, പാകിസ്ഥാനിൽ എടുത്താലും ചൈനയിൽ എടുത്താലും ഒക്കെ ഭരണ സംവിധാനങ്ങൾ ഒരേ ജോലി ചെയ്യുക. ദീസ് ഫങ്ഷൻസ് ഹാവ് ബീൻ പെർഫോംഡ് ബൈ ഡിഫറെന്റ് പൊളിറ്റിക്കൽ സ്ട്രക്ചർ. ഇത് ചെയ്യുന്നത് പല പൊളിറ്റിക്കൽ സ്ട്രക്ചറുകളായിരിക്കും. എല്ലാം ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചറല്ല ചെയ്യുക, പല പൊളിറ്റിക്കൽ സ്ട്രക്ചർ ആയിരിക്കും ചെയ്യുക. ഇതിന്റെ രീതി, നടപ്പിലാക്കുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. അത് ഓരോ രാജ്യത്തെയും ഭരണഘടന അനുസരിച്ച് കുറച്ച് ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷെ സാമാന്യമായ രീതിയിൽ പറഞ്ഞാൽ എല്ലായിടത്തും ഒരേപോലെ കാര്യങ്ങളാണ്. വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും. അപ്പൊ ഇവിടെ ഇന്ത്യ പാർലമെന്ററിയാണ്, അമേരിക്ക പ്രസിഡൻഷ്യലാണ്, ചൈനയിൽ ഏകകക്ഷി ഭരണമാണ്. ആ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ദെൻ മൾട്ടി ഫങ്ഷണാലിറ്റി ഓഫ് പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ഈ അവർ കണ്ടെത്തിയ മറ്റൊരു കാര്യം മൾട്ടി ഫങ്ഷണാലിറ്റി ഓഫ് പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ്. പൊളിറ്റിക്കൽ സ്ട്രക്ചറിന്റെ മൾട്ടി ഫങ്ഷണാലിറ്റി, വിച്ച് മീൻസ് ദാറ്റ് സെയിം പൊളിറ്റിക്കൽ സ്ട്രക്ചർ പെർഫോംസ് മോർ ദാൻ വൺ ഫങ്ഷൻ. ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഒരേ സമയം ഒന്നിലധികം ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. എന്നാണ് നമ്മൾ പറഞ്ഞ പോലെ ജുഡീഷ്യറി നിയമങ്ങളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക മാത്രമല്ല, ചിലപ്പോൾ നിയമങ്ങൾ നിർമ്മിക്കുകയും ചെയ്യും. സം ലോസ് ഹാസ് ബീൻ മെയ്ഡ് ബൈ ജുഡീഷ്യൽ വേർഡിക്ട്സ്. ജുഡീഷ്യൽ വേർഡിക്റ്റിലൂടെ, കോടതിയുടെ വിധിയിലൂടെ ചിലപ്പോൾ നിയമങ്ങൾ ഉണ്ടാകും. ഞാൻ നിങ്ങളുടെ പറഞ്ഞ പോലെ ഹെൽമെറ്റ് നിർബന്ധമാക്കാനുള്ള വിധി, പൊതുസ്ഥലത്ത് പ്രകടനങ്ങൾ നിരോധിച്ചത്,
ഒക്കെ കേരളത്തിൽ പുകവലി പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചതൊക്കെ ഈ പറയുന്ന എന്താ പറയാ കോടതിയുടെ വിധിയിലൂടെ വന്നാണ്, നിയമത്തിലൂടെ നടപ്പിലാക്കപ്പെട്ടാണ്. ദെൻ മൾട്ടി ഫംഗ്ഷൻ. അതുകൊണ്ട് ലെജിസ്ലേച്ചർ നിയമനിർമ്മാണ പ്രക്രിയ മാത്രമല്ല ചെയ്യുക, ചിലപ്പോൾ ജുഡീഷ്യറിയുടെ റോള് ചെയ്യാറുണ്ട്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി ഇവരെ തൽസ്ഥാനം നീക്കുക, സുപ്രീം കോടതിയിലെ ഹൈക്കോടതി ജഡ്ജിമാർ ഇവരെ തൽസ്ഥാനം നീക്കുക, ഇലക്ഷൻ കമ്മീഷൻ ഇവരെയൊക്കെ തൽസ്ഥാനം നീക്കാനുള്ള അധികാരം പാർലമെന്റുണ്ട്. ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് ഇംപീച്ച്മെന്റ്. ആ ഇംപീച്ച്മെന്റ് പ്രക്രിയയുടെ നീക്കുന്നത് അത് ഒരു സെമി ജുഡീഷ്യൽ പ്രക്രിയയാണ്. അതൊരു ജുഡീഷ്യൽ പ്രക്രിയയാണ്, വിചാരണ ചെയ്യലാണ്. ദെൻ എക്സിക്യൂട്ടീവിൽ പലപ്പോഴും നിയമങ്ങളുടെ നല്ലൊരു ഭാവം നിർമ്മിക്കുന്ന എക്സിക്യൂട്ടീവാണ്. നമ്മൾ പറയാം ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്നാണ്. അവർക്ക് വികേന്ദ്രീകരിച്ച് കൊടുക്കുന്ന അധികാരമാണ്. എല്ലാ നിയമങ്ങളും നിർമ്മിക്കുന്ന നിയമനിർമ്മാണ സഭയിൽ MLA-മാര് MP-മാര് ചേർന്നാൽ നല്ലൊരു സ്വഭാവം നിർമ്മിക്കുന്നത് ഈ എക്സിക്യൂട്ടീവ്സാണ്. അപ്പൊ അവർക്ക് ആ ജോലി ചെയ്യാൻ. അപ്പൊ അത്തരത്തിലുള്ള ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് മൾട്ടി ഫംഗ്ഷനാലിറ്റി ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം. പൊളിറ്റിക്കൽ സിസ്റ്റം മൾട്ടി ഫംഗ്ഷനാലിറ്റി, ഒന്നിലധികം ധർമ്മങ്ങൾ ഒരേ സമയം നിർവഹിക്കുന്നത്. ദെൻ ലാസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഈസ് കൾച്ചറലി മിക്സഡ് ക്യാരക്ടർ ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം. അത് നേരത്തെ പറഞ്ഞിരുന്നതാണ്. Culturally mixed character means no political system is extremely or exclusively modern or exclusively traditional. ഒരു പൊളിറ്റിക്കൽ സിസ്റ്റവും നമ്മൾക്ക് പൂർണ്ണമായും അത് പരമ്പരാഗതമാണ്, പൂർണ്ണമായും ആധുനികമാണ്, പൂർണ്ണമായും അത് പഴയതാണ്, പ്രാകൃതമാണ് എന്ന് പറയാൻ കഴിയില്ല. എല്ലാ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലും ഒരേ സമയം ആധുനികമായതും പുരാതനമായതിൻ്റെയും കൂടെ ഒരു മിക്സാണ്, കൾച്ചറലി മിക്സാണ്. നമ്മൾ കൾച്ചറലി മിക്സ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. നമ്മൾ ഒരേ സമയം ആധുനികനാണ്, ശാസ്ത്രമുണ്ട്, എല്ലാ സംഗതിയുണ്ട്, പക്ഷെ അതേസമയം അന്ധവിശ്വാസം കൊണ്ടാണ്. സ്ത്രീക്കും പുരുഷനും തുല്യതയുണ്ട് നമ്മൾ ഒരു ഭാഗത്തൂടെ പറയും, അടുത്ത ദിവസം പറയും ആരാധനാലയങ്ങളിൽ സ്ത്രീകൾ കയറാൻ പാടില്ല, സ്ത്രീകൾ നേരിട്ട് ആരാധന നടത്താൻ പാടില്ല. ഈ രണ്ട് യുക്തികൾ നമ്മൾ ഒന്നിച്ചു കൊണ്ടുനടക്കും. ഇതൊരു കൾച്ചറലി മിക്സഡ് ക്യാരക്ടറാണ്. ഒരു പരമ്പരാഗത മനുഷ്യനുണ്ട്, ആധുനിക മനുഷ്യനുണ്ട്. നമ്മുടെ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാറാം മോഹൻ റായെ കുറിച്ച് പറയാറുണ്ട്, ഈസ് എ പേഴ്സൺ ഓഫ് ഡ്യുവൽ പേഴ്സണാലിറ്റി. രണ്ട് വ്യക്തിത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അക്കാഡമിക് ലൈഫിലും പബ്ലിക് ലൈഫിലും ഒരു വ്യക്തിത്വം, വീട്ടിൽ വേറൊരു വ്യക്തിത്വം. കാരണം വീട് വളരെ കൺസർവേറ്റീവ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരന്റെ ഭാര്യയായിട്ടോ സതിക്കെതിരെ അദ്ദേഹം പ്രതിജ്ഞ എടുക്കുന്ന കാരണം വളരെ കൺസർവേറ്റീവ് ആയ കുടുംബത്തിലാണ് ജനിച്ചത്, ബംഗാൾ. അവരുടെ കുടുംബത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന് ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉള്ള നൂലാമാലകൾക്കുള്ളിൽ ജീവിക്കേണ്ടിരുന്ന പ്രശ്നം. പുറത്തു വരുമ്പോൾ അദ്ദേഹം നവോത്ഥാന നായകനാണ്. അപ്പൊ ആ ഒരു കോൺട്രാഡിക്ഷൻ ഉണ്ട്. അതാണ് ഒരു കൾച്ചറലി മിക്സഡ് ക്യാരക്ടർ. ഒരേ സമയം ആധുനികനാവാം, അതേസമയം പരമ്പരാഗതമായ എല്ലാ മൂല്യങ്ങളും നമ്മളെ പിന്തുടരും. ഇത് പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് ബാധകമാണ്. പൊളിറ്റിക്കൽ സിസ്റ്റം ഒരേ സമയം ആധുനികമാണ്, അതേസമയം ഏറ്റവും കൺസേൺ. നമ്മൾ ജനാധിപത്യമാണെന്ന് പറഞ്ഞ് അടക്കം ചെയ്ത് നമ്മൾ ജാതി പറയും, മതം പറയും, ഒട്ടുപിടിക്കുക. ഏത് പാർട്ടിയാണ് പറയാത്തത്? ഏത് പാർട്ടിയാണ് ജാതി മതം ഉപയോഗിച്ച് ഒട്ടുപിടിക്കാത്തത്? കേരളത്തിലെടുത്താൽ പോലും മാറി നിൽക്കറിയാം. എല്ലാവരും സെക്യുലറാണ്, വർഗീയതയ്ക്കെതിരാണ്. ജാതി മതം ഉപയോഗിച്ചുള്ള കക്ഷികളായിട്ട് കൂട്ടുകൂടാത്ത കേരളത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയുള്ള പ്രധാനപ്പെട്ട പാർട്ടി എടുക്കുകയാണെങ്കിൽ കോൺഗ്രസും CPM BJP. ഇതിലേതാ കൂടാത്ത? ഏതാ അതിനെ പ്രോത്സാഹിപ്പിക്കാത്ത? ഒരു കലക്കൊള്ളത്തെ മീൻ പിടിക്കാൻ നോക്കാത്ത പാർട്ടി ഏതാണ്? നമ്മൾ പറയുമ്പോൾ ആധുനികമാണ്, പക്ഷെ മറ്റേ മൂല്യബോധം, മതത്തിന്റെ മൂല്യം ഇവിടെ കിടപ്പുണ്ട്. അത് ഉപയോഗിച്ച് 10 വോട്ട് കിട്ടുന്നെങ്കിൽ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞ കാര്യമാണ്. മൃദുവായിട്ട് ഹിന്ദുക്കളെയും മൃദുവായിട്ട് മുസ്ലിങ്ങളെയും പ്രീണിപ്പിക്കുന്ന നയം എല്ലാ പാർട്ടികളുടെ കയ്യിലുണ്ട്. ഓൾ പൊളിറ്റിക്കൽ പാർട്ടീസ് ഫോളോസ് ദി അപ്പീസ്മെന്റ് ഓഫ് ബോത്ത് മെജോറിറ്റി ആൻഡ് മൈനോറിറ്റി. നിങ്ങൾ പണ്ട് പൊളിറ്റിക്കൽ സയൻസ് പഠിച്ച് ഹയർ സെക്കൻഡറി പഠിച്ചവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും എങ്ങനെയാണ് ഇന്ത്യയിൽ ഈ വർഗീയത ശക്തിപ്പെട്ടത്. ഷാബാനു കേസിന്റെ വിധിയും അതോടൊപ്പം തന്നെ ബാബറി മസ്ജിദ് ഇഷ്യൂ ഒക്കെ എങ്ങനെയാണ് ഇങ്ങനെ വഷളാക്കിയെടുത്തത്? രണ്ടും അപ്പീസ്മെന്റ് ആണ്. ഒന്ന് ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കുക, ഒന്നുകൊണ്ട് ഭൂരിപക്ഷത്തെ പ്രീണിപ്പിക്കുക. അങ്ങനെ പ്രീണിപ്പിച്ച് അറ്റ് ലാസ്റ്റ് വി റീച്ച് ഇൻ എ chaotic സിറ്റുവേഷൻ. വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്തപ്പെട്ടു എന്നുള്ളതാണ്. ജനാധിപത്യമൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളായി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ വേറെ കുറച്ചുകൂടെ വിശാല വിഷയങ്ങളാണ്, നേരിട്ട് ക്ലാസ് സംസാരിക്കും. ദെൻ കൾച്ചറലി മിക്സഡ് ക്യാരക്ടർ. ഒരേ സമയം ഞാൻ നേരത്തെ നിങ്ങളുടെ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ നോക്കൂ, പ്രധാനമന്ത്രിമാരെ എടുക്കുകയാണെങ്കിൽ ഒരു കുടുംബത്തിൽ നിന്ന് 3 പ്രധാനമന്ത്രി. ജനാധിപത്യമാണ്. പക്ഷേ അതിൽ പ്രശ്നമുണ്ടെന്നല്ല ഞാൻ പറയാം. ഇത് പക്ഷേ ഇന്ത്യയുടെ മാത്രം പ്രശ്നമല്ല, ഏതെങ്കിലും പാർട്ടിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല. ഇത് ഇന്ത്യയുടെ മാത്രം പ്രശ്നമല്ല. ശ്രീലങ്കയിലുണ്ട്, പാകിസ്ഥാനിലുണ്ട്. നേരത്തെ പറഞ്ഞാൽ ആൽമണ്ടും പവലും കോൺസെൻട്രേറ്റ് ചെയ്തത് നോൺ വെസ്റ്റേൺ സമൂഹങ്ങളാണ്. പാശ്ചാത്യേതര സമൂഹങ്ങളിൽ ഇത് വളരെ കൂടുതലാണ്. ഇത്തരം പരമ്പരാഗതമായ അധികാരം കൈമാറുന്നത് പോലെ ജനാധിപത്യത്തിലും അധികാരം കൈമാറ്റം ചെയ്യപ്പെടും. ദാറ്റ് ഈസ് കൾച്ചറലി മിക്സഡ് ക്യാരക്ടർ ഓഫ് ദെൻ കാസ്റ്റ്, റിലിജിയൻ. നേതാവിൽ കേന്ദ്രീകരിക്കപ്പെട്ട പാർട്ടികൾ ഒരു വല്ലാത്ത ശാഖ. ഇന്ത്യ പക്ഷേ ഇപ്പൊ കാലക്രമേണ മാറി വരുന്നുണ്ട്. ആ ലൈനൊക്കെ ഇന്ത്യ കുറച്ച് വിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. നരേന്ദ്രമോദിയൊക്കെ വരുമ്പോഴത്തേക്ക് നേതാവിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പാർട്ടികളായി ഭരണമായി വരുന്നു.
നരേന്ദ്രമോദി പോയാലും BJP ഒന്നും സംഭവിക്കില്ല. അത് അങ്ങനെയായി മാറിയിട്ട്. പക്ഷെ കോൺഗ്രസ് പാർട്ടിയുടെ ഇന്ത്യയിലെ കൾച്ചർ പ്രധാനമായിട്ടും ഈ നേതാവിൽ കേന്ദ്രീകരിക്കപ്പെട്ട പാർട്ടിയായിരുന്നു. അതിന്റെ ഒരു കൾച്ചറിലായിട്ടാണ് നിന്നത് കഴിഞ്ഞ ആദ്യത്തെ ഒരു 40-50 കൊല്ലം രാജീവ് ഗാന്ധി വരെ. പിന്നീട് അവർക്ക് രാജീവ് ഗാന്ധിയുടെ കുടുംബം അല്ലെങ്കിൽ നെഹ്റുവിന്റെ കുടുംബത്തോട്ടൊരു ലീഗസി ബന്ധം വളരെ ശക്തമാണ്. അത് 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 ഇറ്റ്സ് നോട്ട് എ ഫാൾട്ട് വിത്ത് പൊളിറ്റിക്കൽ പാർട്ടി. അത് പാർട്ടിയുടെ ഒരു കുഴപ്പമല്ല. ഇറ്റ് ഈസ് എ കൾച്ചറലി മിക്സഡ് ക്യാരക്ടർ ഓഫ് സൊസൈറ്റി. ഇതിന് നിങ്ങൾ പാർട്ടിയെ കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല. വർഗീയത ഉണ്ടാവുന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസ് പാർട്ടിയോ അല്ല കുറ്റപ്പെടുത്തേണ്ടത്. നമ്മളുടെ ഉള്ളിൽ വർഗീയത ഉള്ളതുകൊണ്ടാണ്. അവർ കാണിക്കുന്ന കാർഡിൽ നിങ്ങൾ കളിക്കുന്നുള്ളതുകൊണ്ടാണ് അവരെ കളിക്കുന്നത്, അല്ലെങ്കിൽ അവർ കളിക്കില്ല. ഏത് പാർട്ടി വർഗീയ കാർഡ് BJP കാണിക്കുന്നു, മുസ്ലിം ലീഗ് കാണിക്കുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണിക്കുന്നു, കോൺഗ്രസ് പാർട്ടി കാണിക്കുന്നു, നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ അവരെ അല്ല കുറ്റപ്പെടുത്തുന്നത്. നമ്മൾ ഈ വർഗീയതയിൽ ഇളകി കൊടുക്കുന്നുണ്ടാണ്. വർഗീയത നോക്കി ജനങ്ങളുടെ പ്രശ്നങ്ങൾ, നാടിന്റെ പ്രശ്നം നോക്കാതെ വർഗീയത നോക്കി നമ്മൾ ജാതി മതം നോക്കി നമ്മൾ വോട്ട് ചെയ്യുന്നുണ്ടാണ്. ദാറ്റ് ഇസ് എ പ്രോബ്ലം. അപ്പോ ഇത് കൾച്ചറലി മിക്സഡ് ക്യാരക്ടറിനെ സഹായിക്കണം. ഒരേ സമയം ഏറ്റവും ആധുനികമായ ജനാധിപത്യ സംവിധാനം, ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനം, ഏറ്റവും വലിയ ഭരണഘടന, അതേസമയം കൾച്ചറൽ വാല്യൂസ് അല്ലെങ്കിൽ റിലീജിയസ് വാല്യൂസിന് പ്രാധാന്യമുള്ള രാഷ്ട്രീയം. ദാറ്റ് ഈസ് അൻ ഐറണി. ഇതാണ് കൾച്ചറലി മിക്സഡ്. ഒരേ സമയം ആധുനികവും പഴയതുമായതിനെ ഒരേ സമയം നമുക്ക് പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ കാണാൻ കഴിയും. എല്ലായിടത്തും എല്ലാ സ്ട്രക്ചറും നോക്കിയാലും കാണാം. നിങ്ങൾ ആദ്യകാല ജഡ്ജിമാരെ മുഴുവൻ എടുത്ത് നോക്കൂ. ആദ്യകാല ജഡ്ജിമാരെ മുഴുവൻ എടുത്താൽ മുഴുവൻ മുന്നോക്ക ജാതി മുന്നോക്ക സമുദായത്തിൽപ്പെട്ടവരായിരിക്കും. ഏത് അധികാരികളും IAS IPS ഒക്കെ അവിടെയാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഈ പരിഷ്കാരങ്ങൾ പലതും നെഹ്റുവും കോൺഗ്രസും വിഭാവനം ചെയ്ത പല പരിഷ്കാരങ്ങളും ഇന്ത്യ നടപ്പിലാക്കപ്പെടാതെ പോയത് ആ മുന്നോക്ക ജാതി സമുദായങ്ങളുടെ മേധാവിത്വം ജുഡീഷ്യറിലും എക്സിക്യൂട്ടീവിലും ഉണ്ടായിരുന്നതുകൊണ്ടാണ് പല പരിഷ്കാരങ്ങൾ അട്ടിമറിക്കപ്പെട്ടു. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഭൂപരിഷ്കരണം. ഇന്ത്യയിൽ ഭൂപരിഷ്കരണം പോലും അട്ടിമറിക്കപ്പെട്ടു. അന്ന് കോടതി പറഞ്ഞത് മൗലിക അവകാശമാണ്, സ്വത്തവകാശം, ഭൂമി ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നമുക്കറിയാവുന്ന ഒരു കേസുണ്ട്, കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. കോടതി അത്തരം ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട് വന്ന കേസുകൾ കോടതിയുടെ നിലപാടാണ്. കാരണം കോടതിയിലിരിക്കുന്ന ആൾക്കാർക്ക് വൻ ഭൂവുടമകളുടെ മക്കളൊക്കെയാണ്. അവരെടുത്ത നിലപാടാണ്. കാരണം അന്ന് ഇന്ത്യയിൽ മൗലികാവകാശം ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, റൈറ്റ് ടു പ്രോപ്പർട്ടി, ആർട്ടിക്കിൾ 31. പിന്നെ എടുത്തു കളഞ്ഞതാണ്. അപ്പൊ സ്വത്തവകാശം മൗലിക അവകാശമാണ്, അതുകൊണ്ട് നിങ്ങളുടെ പ്രോപ്പർട്ടി എടുക്കാൻ പറ്റില്ല. ഐറണി. അപ്പൊ അത് ഒരേ സമയം ഇതൊക്കെ ഈ ജാതിഘടന നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു, നമ്മുടെ എക്സിക്യൂട്ടീവിൽ ഉണ്ടായിരുന്നു, ജുഡീഷ്യറിൽ ഉണ്ടായിരുന്നു. ജാതിപരം ആരെ മാറ്റിയിരുന്നല്ല പറഞ്ഞത്. മുന്നോക്ക ജാതി മുന്നോക്ക സമുദായങ്ങൾ സവർണ മേധാവിത്വം നമ്മളുടെ ജുഡീഷ്യറിയിലും എക്സിക്യൂട്ടീവിലും ഒക്കെ പ്രകടമായിരുന്നു. ഈവൻ ഭരണത്തിൽ പോലും നിങ്ങൾക്ക് നമ്മുടെ ഏറ്റവും വിദ്യാസമ്പന്നം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു ദളിത് മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല, കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. കേരളത്തിൽ അപ് ടു ഈഴവ OBC വരെ വന്നിട്ടുള്ളൂ, OBC മുസ്ലിം, ഈഴവ മുസ്ലിം വരെ വന്നിട്ടുള്ളൂ. അതിൽ താഴേക്ക് ഒരു മുഖ്യമന്ത്രി ഇന്ത്യ കേരളത്തിൽ കാണിക്കാനില്ല. പക്ഷെ നമ്മൾ ആക്ഷേപിക്കുന്ന UP-യിൽ ദളിത് മുഖ്യമന്ത്രി വനിത ഉണ്ടായിട്ടുണ്ട്. നമ്മളുടെ അത്രയും സംസ്കാരം ഇല്ലെന്ന് നമ്മൾ പറയണ തമിഴ്നാട്ടിൽ വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട്, ബംഗാളിൽ ഉണ്ടായിട്ടുണ്ട്. ജനാധിപത്യം എന്ന് പറയുമ്പോൾ വനിതകൾക്കും അധികാര സ്ഥാനത്തേക്ക് നിർഭയമായി എത്താൻ കഴിയണം, ദളിതിനും എത്താൻ കഴിയണം. ഏറ്റവും പുരോഗമനം എന്ന് പറയുന്ന സംസ്കാരം കൊണ്ടു നടക്കുന്ന പ്രദേശമാണ് കേരളം. വിദ്യാഭ്യാസപരമായിട്ട് കുറെ കാര്യങ്ങൾ ശരിയാണ്, വ്യവസ്ഥാപരമായി ശരിയാണ്. ബട്ട് there is no ദളിത് മുഖ്യമന്ത്രി ഇൻ ദി ഹിസ്റ്ററി ഓഫ് കേരള. കേരളത്തിൽ ദളിത് മുഖ്യമന്ത്രി ഇല്ല. there is no women ചീഫ് മിനിസ്റ്റർ. ഇനി എന്തെങ്കിലും ഉണ്ടാവും നമുക്ക് പറയാൻ കഴിയും. അത്രമാത്രം പുരുഷ കേന്ദ്രീകൃത മൂല്യം. അതായത് ഒരേ സമയം ഇത് രണ്ടും നിൽക്കുന്നുണ്ടാണ്. ആധുനികമായ മൂല്യങ്ങൾ നിൽക്കുന്നു. ഏറ്റവും വിദ്യാഭ്യാസത്തോടൊക്കെ ഏറ്റവും വൈബ്രന്റായി പ്രവർത്തിക്കുന്ന സമൂഹമാണ്. ആധുനികമായ എല്ലാ സംഗതികളും നമ്മൾ അബ്സോർബ് ചെയ്യും. നോക്കൂ, ഓൺലൈൻ ക്ലാസ് നടത്തുന്ന രാജ്യമാണ്, പ്രദേശമാണ് കേരളം. അപ്പൊ അത്രമാത്രം ഏറ്റവും ആധുനിക കാര്യമുണ്ട്. അതേസമയം ഈ പഴഞ്ച മൂല്യങ്ങളോട് നമ്മൾ കെട്ടുപിടിഞ്ഞ് കിടക്കുകയാണ്. ദാറ്റ് ഈസ് കൾച്ചറലി മിക്സഡ് ക്യാരക്ടർ ഓഫ് പൊളിറ്റിക്സ്. പൊളിറ്റിക്സിന് ഒരേ സമയം ഈ കൾച്ചർ മിക്സഡ് ആണ്. ആൽമണ്ട് ആൻഡ് പവൽ, to Almond and Powell, all political systems, regardless of their types, must perform a specific set of tasks if they are to remain in existence as a system in the working order or equilibrium. അതൊക്കെ സ്പേസിന് അടിക്കാൻ പറ്റുന്നുണ്ട്. ദി വർക്കിംഗ് ഓർഡർ ഓർ equilibrium. ആൽമണ്ടിന്റെ പവലിന്റെ അഭിപ്രായത്തിൽ, another scholar in the field of system analysis, structural analysis, G.B. Powell, to them, all political system, regardless of their types, എല്ലാ പൊളിറ്റിക്കൽ സിസ്റ്റവും അത് ഏത് ടൈപ്പ് ആയിക്കോട്ടെ, വെദർ ഇറ്റ് ഈസ് മൊണാർക്കിക്കൽ, ഓട്ടോക്രാറ്റിക്, ഡെമോക്രാറ്റിക്, മിലിറ്ററി, എന്തോ ആയിക്കോട്ടെ, ഏതുതരം ഭരണ സംവിധാനം ആയെങ്കിലും റിഗാർഡ്ലെസ് ഓഫ് ടൈപ്പ് മസ്റ്റ് പെർഫോം സ്പെസിഫിക് ടെസ്റ്റ് ഓഫ് ടാസ്ക്. അത് ഏത് തന്നെ ആയാലും അത് നിർബന്ധമായും ചില ധർമ്മങ്ങൾ, ചില ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടതുണ്ട്. ഇൻ ഓർഡർ ടു, ഇഫ് ദേ റിമെയിൻ ടു ഇൻ എക്സിസ്റ്റൻസ് ആസ് എ സിസ്റ്റം,
അതൊരു സിസ്റ്റമായി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായും അടിസ്ഥാനപരമായി ചില ധർമ്മങ്ങൾ, ചില ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടതുണ്ട്. ടു റിമെയിൻ ഇൻ എക്സിസ്റ്റൻസ്, നിലനിൽക്കണമെങ്കിൽ അത് ആസ് എ സിസ്റ്റം ഇൻ ദി വർക്കിംഗ് ഓർഡർ ഓർ ഇക്വിലിബ്രിയം, ഒരു സജീവമായ ഒരു പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമായിട്ടോ അല്ലെങ്കിൽ ഒരു ഇക്വിലിബ്രിയം, ഒരു സന്തുലിതാവസ്ഥയിലോ ഒരു സിസ്റ്റം നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായും കുറച്ച് ധർമ്മങ്ങൾ നിർവഹിച്ചേ മതിയാവും. ഉദാഹരണത്തിന് നമുക്ക് കൊറോണ വൈറസ് വരുമ്പോൾ നമ്മുടെ ഭരണാധികാരി കൈ കെട്ടിയതെന്ന് അറിയാൻ നോക്കിയിരിക്കുകയാണെങ്കിൽ ജനങ്ങൾ ആ ഭരണത്തെ അട്ടിമറിച്ചിട്ട് കയ്യത്തോളെ ആ സിസ്റ്റം തന്നെ അവർ അട്ടിമറിക്കും. അപ്പോൾ എ സിസ്റ്റം മസ്റ്റ് പെർഫോം സം ബേസിക് ടാസ്ക് ഓർ ബേസിക് ഫങ്ഷൻസ്, അടിസ്ഥാനപരമായ ചില ചുമതലകൾ നിർവഹിച്ചിരിക്കണം എന്നാണ് ആൽബർട്ടും പവലും പറയുന്നത്. അവർ പറയുന്നത് ഒരു സ്ട്രക്ചർ ഉണ്ട്, ആ സ്ട്രക്ചർ കൃത്യമായി അതിന്റെ ധർമ്മം നിർവഹിച്ചെങ്കിൽ മാത്രമേ ദാറ്റ് സിസ്റ്റം റിമെയിൻ ഇൻ എക്സിസ്റ്റൻസ് ഓർ ഇൻ ഇക്വിലിബ്രിയം, അത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ഒരു സന്തുലിതാവസ്ഥയെങ്കിലും നിലനിർത്തി പോകണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഹാസ് ടു പെർഫോം സർട്ടൻ ബേസിക് ഫങ്ഷൻസ്, അത് ചില അടിസ്ഥാനപരമായ ധർമ്മങ്ങൾ നിർവഹിച്ചിരിക്കണം എന്നാണ് ആൽബർട്ടും പവലും പറയുന്നത്. പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഡിഫർ ചെയ്യും, എന്ത് തന്നെ ആയിക്കോട്ടെ, റിഗാർഡ്ലെസ് ഓഫ് ഇറ്റ്സ് ടൈപ്സ്, ഏതുതരം പൊളിറ്റിക്കൽ സ്ട്രക്ചർ ആയാലും പൊളിറ്റിക്കൽ സിസ്റ്റം ആയാലും that must perform certain tasks in order to remain in existence or in working condition or in equilibrium. അത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ധർമ്മങ്ങൾ നിർവഹിച്ചേ മതിയാവും. ഇപ്പൊ കേരള ഗവൺമെന്റ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടെങ്കിൽ അത് നിർബന്ധമായും ചില കാര്യങ്ങൾ ചെയ്തിരിക്കണം. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യ സംവിധാനം, റോഡുകൾ, വാർത്താവിനിമയ സൗകര്യം, ഇതൊക്കെ ചെയ്തേ പറ്റുള്ളൂ. ഇത്തരം ടാസ്ക് ജനങ്ങൾക്കുള്ള നിയമങ്ങൾ നിർമ്മിക്കുക, അത് നടപ്പിലാക്കാൻ വരുന്ന പ്രശ്നങ്ങളെ കോടതി വഴി പരിഹരിക്കുക, ഇതൊക്കെ ചെയ്യാതെ ഒരു സിസ്റ്റത്തിന് നിൽക്കാൻ കഴിയില്ല എന്നർത്ഥം. ആൽബർട്ട് ആൻഡ് അസോസിയേറ്റ്സ്, അതായത് ആൽബർട്ട് ആൻഡ് പവൽ ആൻഡ് കോൾമാൻ, ആൽബർട്ടിന്റെ കൂടെ ഒരുപാട് പേരുണ്ട്, 2-3 പേരിനകത്ത് പറഞ്ഞപ്പോൾ ആൽബർട്ട് കോൾമാൻ ഉണ്ട്, പവലുണ്ട്. ഇവരൊക്കെ ഹാസ് മോഡിഫൈഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് ഓഫ് ഡേവിഡ് ഈസൺ ആൻഡ് റീഡിഫൈൻഡ് ഇറ്റ് ഓൺ ദി ബേസിസ് ഓഫ് ഡീപ്പർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് പൊളിറ്റിക്കൽ പ്രോസസ്. ദെൻ ആൽബർട്ട് ആൻഡ് ഹിസ് അസോസിയേറ്റ്സ്, ആൽബർട്ടും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും കൂടി ചേർന്നു, ദേ ഹാവ് മോഡിഫൈഡ് the input output analysis of David Eason. David Eason കൊണ്ടുവന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിനെ അവർ കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തുന്നുണ്ട്. ആൻഡ് റീഡിഫൈൻഡ് ഇറ്റ് ഓൺ ദി ബേസ് ഓഫ് ഡീപ്പർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് പൊളിറ്റിക്കൽ പ്രോസസ്. രാഷ്ട്രീയ പ്രക്രിയയെ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് they try to redefine ചെയ്താൽ പുനർനിർവചിക്കുക, they try to redefine the political process, redefine the system അനാലിസിനെ അവർ റീഡിഫൈൻ ചെയ്യും. ആൽബർട്ട് സജസ്റ്റ് ആൻഡ് ഡിഫറെന്റ് പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ്, പൊളിറ്റിക്കൽ പ്രോസസ് ആൻഡ് ഡിഫറെന്റ് പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ്, അവർ പൊളിറ്റിക്കൽ പ്രോസസിനെ കുറിച്ചും ഡിഫറെന്റ് പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ അവരൊന്ന് റീഡിഫൈൻ ചെയ്യുകയും ഒന്ന് വളരെ ആഴത്തിലുള്ള പഠനം നടത്തിക്കൊണ്ട് സിസ്റ്റം അനാലിസിനെ അവർ ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിനെ ഒന്ന് കുറച്ച് മാറ്റാൻ അവർ തീരുമാനിച്ചു. ആൽബർട്ട് സജസ്റ്റ് 4 ഇൻപുട്ട് ഫങ്ഷൻസ് ആൻഡ് 3 ഔട്ട്പുട്ട് ഫങ്ഷൻസ്. ആൽബർട്ട് അപ്രകാരം 4 ഇൻപുട്ട് ഫങ്ഷനുകൾ, 4 ഇൻപുട്ട് ഫങ്ഷൻസ് ആൻഡ് സജസ്റ്റഡ് 4 ഇൻപുട്ട് ഫങ്ഷൻസ് ആൻഡ് 3 ഔട്ട്പുട്ട് ഫങ്ഷൻസ്. 4 ഇൻപുട്ട് ഫങ്ഷനുകളും 3 ഔട്ട്പുട്ട് ഫങ്ഷൻസുമാണ് ആൽബർട്ട് ഐഡന്റിഫൈ ചെയ്തത്. ആൽബർട്ടും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും കൂടി ചേർന്ന് ആ ഇൻപുട്ട് ഫങ്ഷൻ ഏതൊക്കെയാണ്? ഇൻപുട്ട് ഫങ്ഷൻസ് ആർ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ്. 4 ഇൻപുട്ട് ഫങ്ഷൻ ആണുള്ളത് എന്നാണ് ആൽബർട്ടിന്റെ അഭിപ്രായം. ഫസ്റ്റ് വൺ ഈസ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ്. പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഓരോരുത്തരെയും രാഷ്ട്രീയ ജീവികളാക്കി മാറ്റുന്ന പ്രക്രിയയാണ്. നമ്മൾ എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ, ആ ഹ്യൂമൻ ബീയിങ്ങിനെ സോഷ്യൽ ബീയിങ് ആക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഒരു പൊളിറ്റിക്കൽ അനിമൽ കൂടി ആക്കുന്നുണ്ട്. മനുഷ്യനെ ഒരു സോഷ്യൽ അനിമലും ആക്കുന്നുണ്ട്, ഒരു പൊളിറ്റിക്കൽ അനിമലും ആക്കുന്നുണ്ട്. അപ്പൊ അതിൽ പൊളിറ്റിക്കൽ അനിമലാക്കി മാറ്റുന്ന പരിപാടിക്കാണ് നമ്മൾ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഫാമിലിയാണ്. നിങ്ങൾ പലരും നിങ്ങളുടെ അച്ഛനും അമ്മയും നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലാണ് ഇപ്പോഴും അംഗങ്ങളായിട്ടുള്ളത്, അല്ലെ താല്പര്യമുള്ളത്, നിങ്ങൾക്ക് അനുഭവം ഉള്ളത് അതാണ്. അത് നിങ്ങൾക്ക് ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഓറിയന്റേഷനാണ്, അതാണ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ. പിന്നീട് സുഹൃത്തുക്കൾ നിങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ സ്വാധീനിക്കാം, നിങ്ങൾ നേടുന്ന വിദ്യാഭ്യാസം നിങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ സ്വാധീനിക്കാം, സമൂഹം നിങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ സ്വാധീനിക്കാം. ഇതൊക്കെ ഘടകങ്ങളാണ്. അപ്പോൾ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു തലമുറയിൽ നിന്നും രാഷ്ട്രീയ മൂല്യങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൈമാറുന്ന പ്രക്രിയയാണ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറയും. പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ is a process by which the political values of one generation is transferring into next one. ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ഈ രാഷ്ട്രീയ മൂല്യങ്ങളെ കൈമാറ്റം ചെയ്യുന്നതിനാണ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറയും. ആ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അത്തരം സ്ഥാനങ്ങളിലേക്ക്, അപ്പൊ നമുക്ക് രാഷ്ട്രീയ നേതാക്കന്മാരുടെ സ്ഥാനങ്ങളിലേക്ക് ആൾക്കാരെ നിയോഗിക്കുന്നത് ഈ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ പ്രക്രിയയിലൂടെയാണ്.
നമ്മളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇരിക്കുന്ന മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടി ആൾക്കാരൊക്കെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ വന്നവരാണ്. അപ്പൊ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, യൂത്ത് ഓർഗനൈസേഷൻ, ട്രേഡ് യൂണിയൻ, ഇതൊക്കെയാണ് റിക്രൂട്ട്മെന്റ് നടത്തുക. പൊളിറ്റിക്കൽ റിക്രൂട്ട്മെന്റ്. നിങ്ങളെ പൊളിറ്റിക്കലി റിക്രൂട്ട് ചെയ്യും, രാഷ്ട്രീയ സ്ഥാനമാനങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കും. അതാണ് ഒരു പ്രധാനപ്പെട്ട ഇൻപുട്ട് ഫങ്ഷൻസ്. നമ്മുടെ മുഖ്യമന്ത്രിയെ, നമ്മുടെ പ്രതിപക്ഷ നേതാവിനെയൊക്കെ ആ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നത് അവരുടെ രാഷ്ട്രീയ പാർട്ടികളാണ്. അവര് ജനങ്ങളെ സോഷ്യലൈസ് ചെയ്യുകയും അതിൽ നിന്ന് നേതാക്കന്മാരെ വാർത്തെടുക്കുകയും ആ നേതാക്കന്മാരെ രാഷ്ട്രീയ സ്ഥാനങ്ങളിലേക്ക് അവരെ നിയമിക്കുകയും ചെയ്യും. പ്രധാനമന്ത്രിയായിട്ടും മുഖ്യമന്ത്രിയായിട്ടും ഗവർണറായിട്ടും രാഷ്ട്രപതിയായിട്ടും ഒക്കെ അവരെ നിയമിക്കും. ദിസ് ഇസ് എ പ്രോസസ് ഓഫ് പൊളിറ്റിക്കൽ റിക്രൂട്ട്മെന്റ്. അപ്പം ഇത് ഒരിടത്തങ്ങ് നിന്നു പോകുന്ന കാര്യമൊന്നുമല്ല. ഇപ്പൊ നമ്മുടെ ഭരണാധികാരി മിക്കവാറും സ്വാതന്ത്ര്യത്തിന്റെ കാലഘട്ടത്തിന് ശേഷമൊക്കെ ജനിച്ചവരായിരിക്കും. 60 വയസ്സിൽ താഴെ 70 വയസ്സിൽ താഴെയൊക്കെ ഉള്ളവരേ ഉള്ളൂ. മിക്കവാറും സ്വാതന്ത്ര്യത്തിന്റെ കാലഘട്ടത്തിന് ശേഷം ജനിച്ച തലമുറയാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത്. നല്ലൊരു ശതമാനം ആൾക്കാർ, കുറച്ചുപേരേ ഉള്ളൂ അതിന് മുൻപ് ജനിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഇനിയിപ്പോ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ കാര്യങ്ങൾ മാറി മാറി നിങ്ങളുടെ തലമുറയിൽ ഒരു അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തും. അപ്പോ ദാറ്റ് പ്രോസസ് നോൺ ആസ് പൊളിറ്റിക്കൽ റിക്രൂട്ട്മെന്റ്. Politically socializing the coming generation and recruits them in different political posts and public officials. വ്യത്യസ്തമായ ഗവൺമെന്റിന്റെ ഔദ്യോഗിക സ്ഥാനങ്ങളിലേക്ക് അവരെ കൊണ്ടുവരുന്ന ഒരു പ്രക്രിയക്കാണ് പൊളിറ്റിക്കൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം ഒരു മോശം പ്രവർത്തനമല്ല. നിങ്ങളിലുള്ള വിദ്യാർത്ഥി നേതാക്കന്മാർ നാളെ ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ജില്ലാ നേതാക്കന്മാരായി, സംസ്ഥാന നേതാക്കന്മാരായി, ചിലപ്പോൾ ഭരണാധികാരികളായി തന്നെ മാറിക്കൂടാനൊന്നുമില്ല. അത് കാണിക്കുന്ന ഇപ്പൊ ഇരിക്കുന്ന പല നേതാക്കന്മാരും കടന്നു വന്നിട്ടുള്ളത് അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ, എനിക്ക് തോന്നുന്നു കേരളത്തിലെ SFI എന്ന് പറഞ്ഞ പ്രസ്ഥാനം രൂപീകരിക്കുമ്പോൾ ആദ്യം അതിന്റെ സംസ്ഥാന നേതാവായിരുന്ന ആളാണ്. 70കളിലോ 60കളിലോ എന്നാ എന്റെ ഒരു ഓർമ്മ. 70കളിലായിരിക്കും. അയാൾക്ക് 25 വയസ്സ് 26 വയസ്സുള്ളൂ. 75 അയാൾ വരുമ്പോൾ നിയമസഭ ഏറ്റവും പ്രായം കുറഞ്ഞ MLA ആണ്. അപ്പോ ദിസ് ഇസ് ദ പ്രോസസ് ഓഫ് പൊളിറ്റിക്കൽ റിക്രൂട്ട്മെന്റ്. ദെൻ ഇൻട്രസ്റ്റ് ആർട്ടിക്കുലേഷൻ. താല്പര്യങ്ങളുടെ ആർട്ടിക്കുലേറ്റ് ചെയ്യുക, താല്പര്യങ്ങൾ പ്രചരിപ്പിക്കുക, ഇൻട്രസ്റ്റ് ജനിപ്പിക്കുക, താല്പര്യം ഉണ്ടാക്കലാണ്. ജനങ്ങളിൽ പ്രത്യേകമായ താല്പര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഇൻപുട്ട് ഫംഗ്ഷനാണ് രാഷ്ട്രീയമായ താല്പര്യം. ഉദാഹരണം, നിങ്ങളുടെ സമീപത്തുള്ളവരുടെ കുടിവെള്ള പദ്ധതി വേണം, വെളിച്ചം വേണം, റോഡ് വേണം എന്ന ആവശ്യങ്ങൾ ചില രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ തൽപര ഗ്രൂപ്പുകളോ സമ്മർദ്ദ ഗ്രൂപ്പുകളോ ഒക്കെയാണ് പലപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം കുഞ്ഞാലിക്കുട്ടി സാറിന്റെ ഒരു പ്രസ്ഥാനമുണ്ട്, ശ്രദ്ധിച്ചോന്നറിയാം. മലപ്പുറം ജില്ലയിൽ ചെയ്യുന്ന ടെസ്റ്റുകളുടെ എണ്ണം കുറവാണ്, അടിയന്തരമായി ഇത് കൂട്ടണം. അദ്ദേഹം അവിടുത്തെ MP ആയിട്ട് സഭയായിട്ട് പറയും. ആ ജില്ലയിൽ പ്രത്യേകിച്ച് പേരുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാന നേതാവാണ്. ആ രീതിയിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. അപ്പൊ അതൊരാവശ്യം രാഷ്ട്രീയ പാർട്ടിക്കാർ ഉന്നയിച്ച് ജനങ്ങളുടെ തോന്നലുണ്ടാക്കുകയാണ്. ശരിയാണല്ലോ. അപ്പൊ അങ്ങനെ ജനങ്ങളെ ഡിമാൻഡാക്കി ഉയർത്തിക്കൊണ്ടുവരും. അപ്പൊ ആ രീതിയിൽ ജനങ്ങളിലേക്ക് ചില താല്പര്യങ്ങളെ സന്നിവേശിപ്പിക്കുക. സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഡിമാൻഡ്, സാമൂഹ്യവും രാഷ്ട്രീയവും സാമ്പത്തികമായ ആവശ്യങ്ങളെ ജനങ്ങളിലേക്ക് കടത്തിവിടുന്ന പ്രക്രിയക്കാണ് ഇൻട്രസ്റ്റ് ആർട്ടിക്കുലേഷൻ. താല്പര്യങ്ങളുടെ ആർട്ടിക്കുലേഷൻ, താല്പര്യങ്ങളുടെ വിതരണമെന്നോ താല്പര്യങ്ങൾ ജനിപ്പിക്കൽ എന്നൊക്കെ പറയും. ഇത് പ്രധാനമായിട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ്. പക്ഷേ പലപ്പോഴും ഈ റോൾ ചെയ്യുന്ന നമ്മൾ പണ്ട് പഠിച്ച ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളും പ്രഷർ ഗ്രൂപ്പുകളും in order to articulate some interest among the public. ജനങ്ങൾക്കിടയിൽ ചില താല്പര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടുവരും. അല്ല, ജനങ്ങൾക്ക് തോന്നിയിട്ടല്ല പലപ്പോഴും താല്പര്യങ്ങൾ ഉണ്ടാവും. നിങ്ങളവിടെ എന്തെങ്കിലും റോഡ് വേണം, പാലം വേണം എന്നുള്ള ആവശ്യം ജനങ്ങൾക്ക് തോന്നുന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും അവിടെയുള്ള പ്രാദേശികമായുള്ള ജനങ്ങളുടെ ഗ്രൂപ്പുകളാണ് അത് ആവിഷ്കരിക്കുക. പിന്നീട് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ ആർജിക്കുക ചെയ്യുക. ഇപ്പൊ ടെസ്റ്റുകൾ കുറവാണെന്നുള്ളത് ജനങ്ങളിൽ ഒരു ബോധം ഉണ്ടാക്കി ജനങ്ങളെ കൊണ്ട് ആ ബോധത്തിൽ ജനങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക. അതിനുവേണ്ടി എന്തെങ്കിലും പ്രക്ഷോഭങ്ങളോ മറ്റോ സംഘടിപ്പിക്കാൻ ആ രീതിയിൽ ഇപ്പോൾ ഓൺലൈനായിട്ടൊക്കെ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്ന കാലമാണ്. ഇന്ന് അതൊരു പ്രതിഷേധനാണ്, അവിശ്വാസ പ്രമേയത്തിനും പ്രതീകാത്മക അവിശ്വാസത്തിനും ഇതൊക്കെ അതിന്റെ പറ്റി. അപ്പൊ അത്തരത്തിൽ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം, അതാണ് ഇൻട്രസ്റ്റ് ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് ആർട്ടിക്കുലേഷൻ. താല്പര്യങ്ങൾ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുക, താല്പര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് സമൂഹം. എല്ലാ താല്പര്യങ്ങളും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നത് ചിലപ്പോൾ അത് പൊളിറ്റിക്കലാവും, ചില രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും ചില ആവശ്യങ്ങൾ, അതൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും അങ്ങനെ തന്നെ. ദെൻ ഇൻട്രസ്റ്റ് അഗ്രിഗേഷൻ. തേർഡ് വൺ, ഇൻട്രസ്റ്റ് അഗ്രിഗേഷൻ മീൻസ് ഈ സമൂഹത്തിൽ ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു ഇൻട്രസ്റ്റ് ഉള്ളൂ. ഇൻട്രസ്റ്റ് ആർട്ടിക്കുലേറ്റഡ് ഇൻ സൊസൈറ്റി. സമൂഹത്തിൽ രൂപപ്പെടുന്ന താല്പര്യങ്ങളെ അഗ്രിഗേറ്റ് ചെയ്യുക, അതിനെ സമാഹരിച്ചുകൊണ്ട് ഒരു പ്രത്യേക ഡിമാൻഡാക്കി മാറ്റുക.
ദാറ്റ് ഈസ് പെർഫോംഡ് ബൈ പൊളിറ്റിക്കൽ പാർട്ടീസ്. അതാണ് ശരിക്കും രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുക. സമൂഹത്തിൽ ഉയർന്നു വരുന്ന ആവശ്യങ്ങളെ അത് ഞങ്ങളുടെ ആവശ്യങ്ങളാക്കി മാറ്റി സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കുക. ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് അഗ്രിഗേഷൻ. അഗ്രിഗേഷൻ മീൻസ് സമാഹരിക്കൽ നടത്താം, താല്പര്യങ്ങളെ സമാഹരിക്കുക. സമൂഹത്തിൽ ഒരുപാട് താല്പര്യങ്ങളുണ്ടാവും. ഈ താല്പര്യങ്ങളെല്ലാം കൂടി രാഷ്ട്രീയ പാർട്ടികൾ സമാഹരിച്ചിട്ട് അവരുടെ പട്ടിക തയ്യാറാക്കും. അതാണ് അവർ പലപ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന മാനിഫെസ്റ്റോ, തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എന്ന് പറയും. അവിടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ കുറെ ഉണ്ടാവും. അതിൽ പ്രയോറിറ്റൈസ് ചെയ്ത് അവർ ഓരോ മേഖല തിരിച്ചൊക്കെ എഴുതി ഒരു സാധനമാണ്. പലപ്പോഴും നോക്കണം, എല്ലാ പാർട്ടികളുടെയും സൈറ്റിലേക്ക് ഉണ്ടാവും മാനിഫെസ്റ്റോ. ഇലക്ഷനൊക്കെ മിക്കവാറും പാർട്ടികൾ ഇറക്കാറുണ്ട് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റ് അഗ്രിഗേഷൻ. അത് സമൂഹത്തിൽ ഉണ്ടാവുന്ന വിവിധങ്ങളായ താല്പര്യങ്ങളെ അഗ്രിഗേറ്റ് ചെയ്യുക, സമാഹരിക്കുക. ദെൻ പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ, രാഷ്ട്രീയമായ ആശയ വിനിമയങ്ങൾ. ഗവൺമെന്റിൽ നിന്നുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ ആവശ്യങ്ങളെ ഗവൺമെന്റിലേക്കും എത്തിക്കുന്ന ഒരു പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം. ആ പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ഇതും ഇൻപുട്ട് ഫംഗ്ഷനാണ്. ഇത് നാലുമാണ് ആൽമണ്ടിന്റെ കാഴ്ചപ്പാടിൽ. ആൽമണ്ട് ആൻഡ് അസോസിയേറ്റ്സ് ബിലീവ്സ് ദാറ്റ് ദീസ് ആർ ദി 4 ഇൻപുട്ട് ഫംഗ്ഷൻസ്: പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ റിക്രൂട്ട്മെന്റ്, ഇൻട്രസ്റ്റ് ആർട്ടിക്കുലേഷൻ താല്പര്യങ്ങൾ ഉണ്ടാക്കുക, ദെൻ ഇൻട്രസ്റ്റ് അഗ്രിഗേഷൻ താല്പര്യങ്ങളെ സമാഹരിക്കാം, ദെൻ പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ. ആൻഡ് ഹി ഐഡന്റിഫൈഡ് 3 ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് ടു. 3 ഔട്ട്പുട്ട് ഫംഗ്ഷനും അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. ഫസ്റ്റ് വൺ ഈസ് റൂൾ മേക്കിംഗ്. റൂൾ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ലാ മേക്കിംഗ്, ലെജിസ്ലേച്ചറിന്റെ പണി. സെക്കൻഡ് വൺ റൂൾ ആപ്ലിക്കേഷൻ, ഏതാണ്? എക്സിക്യൂട്ടീവിന്റെ പണി. റൂൾ അഡ്ജുഡിക്കേഷൻ, ജുഡീഷ്യറിയുടെ പണി. ഔട്ട്പുട്ട് ഫംഗ്ഷൻ സിമ്പിൾ ആണ്. ഫസ്റ്റ് വൺ, ഈ ഡിമാൻഡ്, ഈ സമൂഹത്തിൽ വരുന്ന ഇൻപുട്ടുകൾ ഈ രീതിയിലൊക്കെ ഇൻട്രസ്റ്റിന്റെ ആർട്ടിക്കുലേഷൻ അഗ്രേറ്റ് ചെയ്ത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടും ഗവൺമെന്റിലേക്ക്. ഗവൺമെന്റ് അതിന് എടുക്കുന്ന ഗവൺമെന്റ് ഔട്ട്പുട്ട് എന്തൊക്കെയാണ്? ചിലപ്പോൾ റൂൾ മേക്ക് ചെയ്യും, ആ റൂൾ ഇംപ്ലിമെന്റ് ചെയ്യും, അതിൽ വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കും. അതായത് ലെജിസ്ലേച്ചർ, ലെജിസ്ലേഷൻ, എക്സിക്യൂഷൻ ആൻഡ് അഡ്ജുഡിക്കേഷൻ. ദീസ് ആർ ദി 3 ഔട്ട്പുട്ട് ഫംഗ്ഷൻ. ദാറ്റ് ഈസ് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് ആർ വെരി സിമ്പിൾ. റൂൾ മേക്കിംഗ് അറിയാം, ലോ മേക്കിംഗ് ആണ്, നിയമങ്ങൾ നിർമ്മിക്കുക, ലെജിസ്ലേച്ചറിന്റെ ഫംഗ്ഷൻ. ഔട്ട്പുട്ടായിട്ട് വരുന്ന ലെജിസ്ലേഷൻസ് ആണ്, നിയമങ്ങളാണ്. രണ്ടാമത് എക്സിക്യൂട്ടീവിന്റെ ഫംഗ്ഷൻ ഔട്ട്പുട്ടാണ്, നിയമങ്ങൾ നടപ്പിലാക്കുന്നു. അഡ്ജുഡിക്കേഷൻ, അതിലൊരു തർക്കങ്ങൾ കോടതി പരിഹരിക്കും. ഇത് മൂന്നുമാണ് ഔട്ട്പുട്ട് ഫംഗ്ഷൻ. ഇവിടെ മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് ഇൻപുട്ട് ഫംഗ്ഷൻസ് ആണ്. ഒന്ന് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ റിക്രൂട്ട്മെന്റ്, വരും തലമുറയെ രാഷ്ട്രീയ ജീവികളാക്കി മാറ്റുന്ന, പൊളിറ്റിക്കൽ അനിമലാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ്. ആൻഡ് ദെയർ ബൈ ദ റിക്രൂട്ട്സ് ദം ഇൻ ടു ദി കോറിഡോർസ് ഓഫ് പവർ, അധികാരത്തിന്റെ ശ്രേണിയിലേക്ക് അവരെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ഇൻട്രസ്റ്റ് ആർട്ടിക്കുലേഷൻ, ഇറ്റ് വാസ് ഡൺ ബൈ പ്രഷർ ഗ്രൂപ്പ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്. ദേ ആർട്ടിക്കുലേറ്റ് ഡിഫറെന്റ് ഇൻട്രസ്റ്റ് ഇൻ സൊസൈറ്റി. സമൂഹത്തിലുള്ള വ്യത്യസ്തങ്ങളായ താല്പര്യങ്ങളെ ഉണ്ടാക്കുന്ന ജോലി അവരാണ് ചെയ്യുക. ഇൻട്രസ്റ്റ് അഗ്രിഗേഷൻ ഇറ്റ് ഈസ് ബേസിക്കലി പെർഫോംഡ് ബൈ പൊളിറ്റിക്കൽ പാർട്ടീസ്. പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ് ഇവരെ സമാഹരിക്കുക. ഫർദർ ഇറ്റ് വിൽ കമ്മ്യൂണിക്കേറ്റ്, പൊളിറ്റിക്കലി കമ്മ്യൂണിക്കേറ്റ് ടു ദി സിസ്റ്റം. ആ സിസ്റ്റത്തോട് ഇത് അറിയിക്കുകയും ചെയ്യുന്നു. ദെൻ സിസ്റ്റം gives outputs in the form of legislations, execution and adjudication. And the topic is also over. ഇത്രയാണ് നമ്മളുടെ